നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വന്ന ചിന്തകൾ എന്താണോ കൂടുതലായിട്ടുള്ളത് ആ ആശയത്തിലായിരിക്കും നമ്മുടെ മരണം ഉണ്ടാവുക എന്നുള്ളതാണ്. സുന്നത്ത് ജമാഅത്തുകാരൻ മരണപ്പെടുന്നത് സുന്നിയായിട്ടായിരിക്കും. അവിടെയാണ് ദഖീറത്തുൽ ഖൈർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, ഔലിയാക്കളോട് അദാവത്ത് ഉണ്ടെങ്കിൽ, ശത്രുത ഉണ്ടെങ്കിൽ, ഔലിയാക്കളോട്, സാദാത്തുക്കളോട്, ആലിമീങ്ങളോട് വെറുപ്പ് ഉണ്ടെങ്കിൽ അയാളുടെ ആഖിബത്ത് ചീത്തയാവാൻ ആ ഒറ്റ തെറ്റ് ഉണ്ടായാൽ മതി. ആരാണ് ഔലിയാക്കൾ, ആരാണ് അള്ളാഹുവിൻ്റെ വലിയ എന്ന് നമ്മളെപ്പോലുള്ള ദുർബലരായ മനുഷ്യർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞോളണം എന്നില്ല. ഓട്ടോ ഡ്രൈവറായ ഒരാളോ ചുമട്ട് തൊഴിലാളിയായ ഒരാളോ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനല്ല, ഇവൻ അള്ളാഹുവിൻ്റെ വലിയല്ല എന്ന് തറപ്പിച്ച് പറയാൻ നമ്മളാരാണ്? അതുകൊണ്ടാണ് ഇസ്ലാമിൽ ആരെയും നിന്ദിക്കരുത് എന്ന ആശയം കടന്നു വരുന്നത്. നമ്മേക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെ കണ്ടാൽ ഇയാൾ എൻ്റെ അത്ര തെറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കണം. നമ്മേക്കാൾ പ്രായം കൂടുതലാണെങ്കിൽ എന്നേക്കാൾ അള്ളാഹുവിന് സുജൂദ് ചെയ്തയാളാണ് എന്ന് കരുതണം. ഇനി ഒരു നായയാണ് കാണുന്നതെങ്കിൽ ഈ നായ നരകത്തിൽ പോകില്ല എന്ന് ഉറപ്പാണല്ലോ എന്ന് വിചാരിക്കണം. അത് കണ്ട നായ അസ്ഹാബുൽ കഹ്ഫിൻ്റെ നായയാണെങ്കിൽ സ്വർഗ്ഗം ഉറപ്പിച്ചതുമാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മനസ്സിൽ അദബ് കീപ്പ് ചെയ്യുന്നവരാവണം. മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ഒരാളെപ്പോഴാണ് നന്നാവുക, സ്വാലിഹാവുക എന്ന ചോദ്യം വന്നപ്പോൾ മഹാൻ്റെ മറുപടി, എല്ലാവരും എന്നേക്കാൾ ഉയർന്നവരാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് ഒരാൾ നന്നാവുക എന്ന് മഹാൻ തീർപ്പ് കൽപ്പിക്കുന്നുണ്ട്. ആ ആശയത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വരേണ്ടത്. ഒരാളെയും ജീവിതത്തിൽ നമ്മൾ നിന്ദിച്ചു പോകരുത്. അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർ ആരാണ് എന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കാണ് വേഗത്തിൽ മനസ്സിലാവുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലതുഭാഗത്ത് അവിടുത്തോട് ചേർന്നിരുന്നു കൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരവസരത്തിൽ ചേർന്ന് ഇരിക്കുന്ന കണ്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിന്തിക്കുന്നു, അലിയാറെ എങ്ങനെയാണ് ഇടത് ഭാഗത്തിരിക്കാൻ പറയുക? വലത് ഭാഗത്താണെങ്കിൽ സിദ്ദീഖുൽ അക്ബറും ഉണ്ട് താനും. സിദ്ദീഖ് തങ്ങളെ മാറ്റി നിർത്തൽ സാധ്യമല്ല. അലിയാറോട് ഇടത്തെ സൈഡിൽ ഇരിക്കാൻ പറഞ്ഞാൽ പ്രയാസമില്ലെങ്കിലും അലിയാരുടെ സ്ഥാനം വലുതാണല്ലോ. ഇങ്ങനെ എന്താണ് അലിയാർ തങ്ങളോട് പറയേണ്ടത് എന്ന് വിചാരിക്കുമ്പോഴേക്ക് അലിയാർ തങ്ങൾ പരിസരത്തെത്തുമ്പോഴേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറിയിരുന്നിട്ട് മുത്തുനബിയുടെയും സിദ്ദീഖ് തങ്ങളുടെയും ഇടയിലിരുത്തുന്നുണ്ട്. അന്നേരമാണ് നബി തങ്ങൾ പറയണത്, വലിയനെ മനസ്സിലാവുള്ളൂ എന്ന്. ആ ദറജ നമുക്ക് ഏതായാലും ഇല്ല. ആരാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർ, അള്ളാഹു നിന്ദിച്ചത് ആരെയാണ് എന്നൊന്നും നമുക്കറിയാത്തത് കൊണ്ട് തന്നെ ഒരു സംഘടനാ വൈചാത്യത്തിൻ്റെ പേരിലോ ഏത് സാഹചര്യത്തിൻ്റെ പേരിലോ ആരെയും ചെറുതാക്കിയിട്ട് ആഹാരം കൊളാക്കാൻ നമ്മളാരും മുതിരരുത്. വിശേഷിച്ച് നമ്മൾ പരിഹസിക്കുന്നയാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനായാൽ, നമ്മൾ അദബുകേട് കാണിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരോടാണെങ്കിൽ ആഖിറത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ വലനുദീക്കന്നഹും മിനൽ അദാബിൽ അതിന ചെറിയ ചെറിയ ശിക്ഷകൾ ഇവിടുന്ന് തന്നെ കിട്ടിത്തുടങ്ങും. അതിൻ്റെ പ്രത്യാഘാതമാണ് നമ്മുടെ മക്കൾ മോശക്കാരാവുക, നമ്മുടെ കുടുംബത്തിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ല. സയ്യിദുന അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിൽ ഒരാൾ അബൂ യസീദ് തങ്ങൾക്കെതിരെ എന്തോ വേണ്ടാത്തരം വർത്തമാനം പറഞ്ഞപ്പോൾ മഹാൻ അവറുകളുടെ ദർസിൽ നിന്ന് ആ ചെറുക്കനെ പുറത്താക്കി. പിറ്റേത്തെ ആഴ്ചയിൽ തന്നെ ഒരു പീഡന കേസിൽ, സ്ത്രീ പീഡന കേസിൽ പിടിക്കപ്പെട്ടതായി അയാളെക്കുറിച്ച് ന്യൂസ് വന്നു എന്ന് റൂഹുൽ ബയാൻ തഫ്സീർ ഗ്രന്ഥത്തിൽ കാണാം. ജീവിതത്തിൽ അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ആരെയും നിന്ദിക്കാൻ നമ്മൾ പോകരുത്, ആരെയും മോശം ചിന്തിക്കരുത്. അൽ മൻഹജുൽ മുത്തഹർ
എന്നൊരു ഗ്രന്ഥമുണ്ട് ഇമാം ഷാറാനി റഹിമുള്ളക്ക്. അതിലെ വിഷയം തന്നെ തതഹുറുൽ ജിസ്മി വൽ ഫുആദ് മീൻ സൂഇൽ ലന്നി ബി അഹദിൻ മിനൽ ഇബാദ് എന്നാണ് ആ കിതാബിൻ്റെ മറ്റൊരു പേര്. ആരെക്കുറിച്ചും തെറ്റുധാരണ നമുക്കുണ്ടാവരുത്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവാനേ പാടില്ല. ഇതാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് ഇഷ്ടമുണ്ടാകുമ്പോൾ ഉണ്ടാവേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി. ഒരാളെ അള്ളാഹു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചാൽ, ഒരാളെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പെടുത്താൻ താല്പര്യപ്പെട്ടാൽ, അള്ളാഹു ചെയ്യുന്നത്, ഒരാളെ അള്ളാഹു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ചെയ്യുന്നത് അയാളോട് ശത്രുത ഉള്ള ആളോട് അയാളുടെ കുറിച്ചുള്ള ചർച്ചകൾ നടത്താൻ ചാൻസ് കൊടുക്കും. ഉദാഹരണത്തിന്, ഒരാളെക്കുറിച്ചുള്ള ചർച്ച മഗ്‌രിബിന് 7:15 തുടങ്ങി 10:15 മഹല്ല് വാട്സപ്പ് ഗ്രൂപ്പിൽ അവസാനിക്കണം. ആ 3 മണിക്കൂറുണ്ട് നാട്ടുകാരുടെ ഹജ്ജും ഉംറയും സ്വതക്കയും പള്ളി നിർമ്മാണവും ദീനീ പ്രവർത്തനവും സാന്ത്വന പ്രവർത്തനമെല്ലാം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഫീ ലൈലത്തിൻ വാഹിദ, ഒറ്റ രാത്രി കൊണ്ട് അയാൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പെട്ടിട്ടുണ്ടാകുമെന്ന് അബ്ദുൽ വഹാബ് ഷാറാനി റഹിമഹുല്ലയുടെ തത്ഹീറുൽ ജിസ്മി വൽ ഫുആദ് മിൻ സൂഇൽ ലന്നി ബി അഹദിൻ മിനൽ ഇബാദ് എന്ന കിതാബിൽ പറയുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് ആരുടെയും പച്ചിറച്ചി തിന്നുന്ന, മാംസം കടിച്ചു കയറുന്ന സ്വഭാവം എന്തിൻ്റെ പേരിലായാലും ഉണ്ടാവരുത്. നമ്മൾ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അയാൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന സമയമാണെങ്കിൽ പ്രതിക്കൂട്ടിലാകും ആഖിറത്തിൽ. സംഘടനാ പ്രവർത്തനത്തിൻ്റെ മൂർധന്യത്തിലാവുക എന്നുള്ളത് വേറൊരാളെ കുറ്റം പറയലല്ല എന്നത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒന്നാമത്തെ ആശയമാണ്. അതാണ് ഒന്നാമത് നമുക്കുണ്ടാവേണ്ടത്. അതോടൊപ്പം തന്നെ ആരെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും മദ്ഹ് ചെയ്യുമ്പോഴും അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിട്ടുപോകാതെ ശ്രദ്ധിക്കുകയും വേണം. സ്വഹാബി അല്ലാത്ത ഒരാൾക്ക് റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലാൻ പറ്റുമോ എന്ന് അഇമ്മത്തിൻ്റെ ഇടയിൽ ചർച്ചയുണ്ട്. ഈ ചർച്ച എവിടെയാണ് ഇമാമികൾ കൊണ്ടുവരുന്നതെന്നറിയോ? ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കിയ, ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ നിസ്കരിക്കുമ്പോൾ അതിൻ്റെ നിസ്കാരത്തിൻ്റെ മുഴുവൻ കൂലിയും അക്കൗണ്ടിലേക്ക് വാങ്ങി വാരിക്കൂട്ടുന്ന ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ പേര് ഫിഖഹിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞപ്പോൾ റളിയല്ലാഹു ചൊല്ലിയപ്പോഴാണ് ഷുറാഹ് ചർച്ച ചെയ്യണത് സ്വഹാബി അല്ലാത്തവരുടെ പേരിൽ റളിയല്ലാഹു അൻഹു ചൊല്ലാൻ പറ്റുമോ. ചർച്ചകൾക്കൊടുവിൽ തീർപ്പ് കൽപ്പിക്കുന്നത് മുഅ്തമദായ അഭിപ്രായ പ്രകാരം ചൊല്ലാം. എന്നാലും അയിമ്മത്ത് ചർച്ച ചെയ്യുകയാണ്, റളിയല്ലാഹു അൻഹു എന്ന പോസ്റ്റ് സ്വഹാബിക്ക് മാത്രം ഉള്ളതാണോ, അല്ല പിൽക്കാല അയിമ്മത്തിന് പറ്റുമോ? അത്ര വരെ സൂക്ഷ്മത പുലർത്തിയവരാണ് നമ്മുടെ മഹാന്മാർ. അതുകൊണ്ട് കണ്ടതും കേട്ടതും പറയുന്നവരല്ല സുന്നികൾ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി വെക്കണം. ആരെക്കുറിച്ച് മദ്ഹ് ചെയ്യുമ്പോഴും ഉള്ളതേ പറയാൻ പറ്റൂ. മൻ കദബ അലയ്യ മുതഅമ്മിദൻ, എൻ്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ ഫല്യതബവ്വ മഖഅദുഹു മിനന്നാർ, അവൻ നരകത്തിലെ സീറ്റ് റിസർവ്ഡാണ്. അബൂജഹലാറ്റ് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മാറ്റി ഇരുത്തിട്ട് ഇത് ഞാൻ നേരത്തെ സേവ് ചെയ്തതാണ്, റിസർവാണ്, വെയിറ്റിംഗ് ലിസ്റ്റല്ല എന്ന് പറഞ്ഞ് ടിക്കറ്റ് കാണിച്ചു കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കണം പറയുന്ന സമയത്ത്. സാധാരണ ഒരാളുടെ പേരിൽ കളവ് പറയണത് ഹറാമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയണത് കബീറത്താണ്, വൻദോഷമാണ്. അപ്പോൾ നമ്മുടെ സംസാരമൊക്കെ എപ്പോഴും വളരെ പക്വതയുള്ളതും വളരെ കൃത്യതയുള്ളതും ആയിരിക്കണമെന്ന് ഒരു ഫ്രെയിം ആമുഖത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്.